കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi, welcome to IGNO Focus 5.0. IGNO previous year question paper ഒരു ultimate analysis ആണ് ഈ ഒരു whole session. So in this session we are discussing BA Political Science paper BPSC 103. സോ ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ TE പ്രിപ്പയർ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയറിൽ റിക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസും നമ്മൾ ഇതോടൊപ്പം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു സെഷന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് ടോപ്പിക്സ് സബ് ടോപ്പിക്സ് ആക്കിയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇക്വാലിറ്റി ഫോംസ്, അതുപോലെ തന്നെ ലിബർട്ടീസ്, നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് സ്ട്രാൻഡ്സ്, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള തിങ്കേഴ്സിന്റെ ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് എക്സാം പാറ്റേൺ ആണ്. ഡിഫറെന്റ് ഫോമാറ്റിൽ എക്സാം പാറ്റേൺസ് എക്സ്പെക്റ്റഡ് ആണ്. സോ അതിന്റെ മാർക്ക് ട്രെൻഡ്സും സ്ട്രക്ചറും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആസ് വെൽ റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം ഡിസംബർ TEയിലേക്ക് പ്രോബബിൾ ആയിട്ടുള്ള സം കോർ തീംസിന്റെ ഒരു പ്രിഡിക്ഷൻ കൂടെ ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ ആണ്. ഈ ഒരു ഹോൾ സെഷന്റെ എൻഡിൽ നമ്മളൊരു മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ വെച്ചിട്ടുണ്ട്. നമ്മുടെ സെയിം ഇഗ്നോയുടെ ക്വസ്റ്റ്യൻ പേപ്പർ മിറർ ചെയ്ത് ഉണ്ടാക്കിയതാണ്. അതിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമ്മുടെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ട് സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2 ഇക്വാലിറ്റി വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് തന്നെയാണ്. 21 ഡിസംബർ തൊട്ട് ജൂൺ 25 വരെ റെഫറന്റ് ആയിട്ട് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു സ്പെസിഫിക് ബ്ലോക്കിനകത്ത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് 1 ലിബർട്ടി, ദെൻ ബ്ലോക്ക് 5 മേജർ ഡിബേറ്റ്സ്, ഇതുപോലത്തെ ഡിഫറെന്റ് ബ്ലോക്സിലും അതുപോലെ തന്നെ റെക്കറന്റ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ഒരു ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 13, അതുപോലെ ബ്ലോക്ക് 4 യൂണിറ്റ് 12, ബ്ലോക്ക് 3 യൂണിറ്റ് 7. പിന്നെ നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സും അതിന്റെ റെലവൻസും ഒന്ന് നോക്കാം. ബ്ലോക്ക് 1 ലിബർട്ടിയിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ലിബർട്ടി ആസ് എ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇന്റർവെൻഷൻ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റെക്കറന്റ് ആയിട്ട് ലോ റെലവന്റ് ആണ്. ലിബർട്ടി ആസ് എ സെൽഫ് ഡിറ്റർമിനേഷൻ 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവന്റ് ആണ്. ഏലിയനേഷൻ, ഓപ്പറേഷൻ ആൻഡ് ഫ്രീഡം കീ ഇഷ്യൂസ് ഓഫ് ഫ്രീഡം സ്ട്രഗിൾ ആണ്. 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവന്റ് ആണ്. നെക്സ്റ്റ് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവന്റ് ആണ്. ഇക്വാലിറ്റി, സെയിംനെസ് ആൻഡ് ഡിഫറൻസസ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവന്റ് ആണ്. ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഇക്വാലിറ്റി ഓഫ് ഔട്ട്കംസ്, അഫർമേഷൻ ആക്ഷൻസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവന്റ് ആണ്. ജസ്റ്റിസ് ആസ് എ ഫെയർനെസ്, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവന്റ് ടോപ്പിക് ആണ്. ദ ഐഡിയ ഓഫ് ജസ്റ്റ് ഡിസേർട്ട് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവൻസ് ആണ്. ജസ്റ്റിസ് ഇൻ ഗ്ലോബൽ കോണ്ടെക്സ്റ്റ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവന്റ് ആണ്. ദ ഐഡിയ ഓഫ് റൈറ്റ്സ്, എൻടൈറ്റിൽമെന്റ്സ് ആൻഡ് ബൗണ്ടറീസ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവന്റ് ആണ്. ബാസിസ് ഓഫ് റൈറ്റ്സ്, ലീഗൽ, മോറൽ ആൻഡ് നേച്ചർ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവന്റ് ആണ്. റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്, ഇമ്പോർട്ടന്റ് ഇഷ്യൂസ് ഓഫ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ കമ്പാരിറ്റീവ്ലി മീഡിയം റെലവന്റ് ടോപ്പിക് ആണ്. ലോ ആൻഡ് സിവിൽ ഡിസോബിയോഡിയൻസ്, വെൻ ആൻഡ് റെസിസ്റ്റന്റ് ജസ്റ്റിഫൈഡ് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവന്റ് ആണ്. റൈറ്റ്സ് ആൻഡ് യൂണിവേഴ്സാലിറ്റി 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ലോ റെലവന്റ് ആണ്. മൾട്ടി കൾച്ചറലിസം ആൻഡ് ടോളറൻസ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ കമ്പാരിറ്റീവ്ലി ലോ റെലവന്റ് ആണ്. ഇനി നമുക്ക് ഓവറോൾ ഹൈ yield ടോപ്പിക്സിന്റെ ഒരു ഫ്രീക്വൻസി ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് റെക്കറന്റ് ആയിട്ട് 21 to 25 പേപ്പറിൽ കണ്ടുവന്നിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഏലിയനേഷൻ, ഓപ്പറേഷൻ, ഫ്രീഡം, സിവിൽ ഡിസോബിയൻസ്, വെർനെസ്, റെസിസ്റ്റൻസ്, ജസ്റ്റിഫൈഡ് ഫ്രീക്വന്റ് ആയിട്ട് ഇത് ഈ ഒരു ഡിബേറ്റ് ബ്ലോക്കിൽ നിന്നും ഈ ഒരു സ്പെസിഫിക് ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എക്സാം പാറ്റേൺസ് ആണ്. അനലറ്റിക്കൽ എസ്സേസ് 400 വേർഡ്സിനായിരിക്കും 20 മാർക്സ് ആണ്. റൈറ്റ് എ നോട്ട് എന്ന് വെച്ച് തുടങ്ങുന്ന എസ്സേ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് 400 വേർഡ്സിന് 20 മാർക്സ് ആണ്. ഷോർട്ട് നോട്ട്സ് 200 വേർഡ്സ് ആണ്. 2 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്. ജനറിക് എസ്സേസ് അത് 20 മാർക്സിന്. പിന്നെ MCQs ഫിൽ ഇൻ ദ ബാങ്ക്സോ കേസ് സ്റ്റഡീസോ ഒന്നും തന്നെ ഈ ഒരു സ്പെസിഫിക് സബ്ജക്ട് ചെയ്ത് നമുക്ക് ചോദിക്കാറില്ല.
എക്സ്പോസിറ്ററി റൈറ്റ് കൈൻഡ് ഓഫ് എസ്സേസ് 20 മാർക്സിന് 400 വേർഡ്സിന് ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ അതിന്റെ കോൺസെപ്റ്റുകളും എക്സാമ്പിൾസും ഡെഫിനിഷൻസും ഇൻക്ലൂഡ് ചെയ്യിക്കണം. അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ഫസ്റ്റ് ഡെഫിനിഷൻ, ദെൻ അതിന്റെ കീ സ്ട്രാൻഡ്സ്, ദെൻ ജസ്റ്റ് ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു കൺക്ലൂഷനും. നെക്സ്റ്റ് കൈൻഡ് അനലറ്റിക്കൽ എസ്സേസ് ആണ്. 20 മാർക്സിന് 400 വേർഡ്സ് നിർബന്ധമായിട്ടും എഴുതണം. ഈ ഒരു പേപ്പറിൽ നിന്നും ഡിസ്കസ് ദ ഇന്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി, ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അനലറ്റിക്കൽ എസ്സേയുടെ ഭാഗമായിട്ടാണ് ചോദിക്കാറ്. ഷോർട്ട് നോട്ട്സ് 2 ടൈപ്പ് കാണും. 2 മാർക്സ് ഈച്ച് ആണ്. 200 വേർഡ്സിനാണ് ചോദിക്കാറ്. ജനറിക് എസ്സേ 20 മാർക്സ് 400 വേർഡ്സിനാണ്. ബ്ലോക്ക് വൈസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 2 ഇക്വാലിറ്റി ഫ്രം 23 തൊട്ട് 25 ജൂൺ വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 22 ആണ്. അതിന്റെ ടോട്ടൽ ഷെയറും 22 തന്നെയാണ്. ബ്ലോക്ക് 3യുടെ ഒരു ആവറേജ് സ്കോർ എന്ന് പറയുന്നത് 21% ആണ്. ബ്ലോക്ക് 1 ലിബർട്ടിയുടേത് 50.75% ആണ്. ബ്ലോക്ക് 5 മേജർ ഡിബേറ്റ്സിന്റെ 50.5% ആണ് ഒരു ആവറേജ് സ്കോർ. അങ്ങനെ അതർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് 40.2% ആണ്. ബ്ലോക്ക് 4 റൈറ്റ്സ് 10.75% ആണ്. ഇനി നമുക്ക് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ട്രെൻഡ് നോക്കുവാണെങ്കിൽ ഇതിൽ കാണാൻ പറ്റും. ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുണ്ട് എക്സ്പോസിറ്ററി നോട്ട്സ്. അതിന്റെ ഒരു എണ്ണം പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫ്രം 21 to 25 അങ്ങനെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഫ്രം 21 to 25 വരെയുള്ള ഒരു അനലറ്റിക് ട്രെൻഡ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. എക്സ്പോസിറ്ററി നോട്ട് ചെറുതായിട്ടൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. 70%-ൽ നിന്നും ഒരു 75%. അനലിറ്റിക്കൽ എസ്സേസും ഒന്ന് പീക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഷോർട്ട് നോട്ട്സ് ചെറുതായിട്ട് ഒന്ന് കൂടിയിട്ടുണ്ട്. ബട്ട് 25 ജൂണിലാവുമ്പോഴേക്കും ചെറിയൊരു ഡിപ്പ് കാണുന്നുണ്ട്. ഓക്കെ, സോ പ്രിപ്പറേഷൻ ടിപ്പ് എന്ന് പറയുന്നത് 3 hours-നുള്ളിൽ 100 മാർക്സ്. ആ ടൈമിന്റെ ഉള്ളിൽ തന്നെ എഴുതി തീർക്കാൻ ശ്രമിക്കണം. 44% ആണ് എക്സ്പോസിറ്ററി കൈൻഡ് ഓഫ് എസ്സേസ്. സോ ഒരു 80 മിനിറ്റ് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാം. അനലറ്റിക്കൽ എസ്സേസ് 36% ആണ്, 65 മിനിറ്റ്. ഷോർട്ട് നോട്ട്സ് ഒരു 80% ആണ്, 35 മിനിറ്റ്സ് അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യണം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ്, വാട്ട് ഈസ് ഹ്യൂമൻ റൈറ്റ്സ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രൈബ് മാർക്സ് തിയറി ഓഫ് ഏലിയനേഷൻ 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ സിവിൽ ഡിസൊബീഡിയൻസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ സെയിംനെസ് ആൻഡ് ഡിഫറൻസസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ വാട്ട് ഇസ് പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രൈബ് എ ഡിഫറെന്റ് ഡയമെൻഷൻ ഓഫ് ജസ്റ്റിസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ ഹ്യൂമൻ ട്രാഫിക്കിംഗ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എക്കോണമിക് റൈറ്റ്സ് ആണ്. റൈറ്റ് നോട്ട് ഓൺ എക്കോണമിക് റൈറ്റ്സ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും അതിന്റെ അപ്പിയറൻസസും ആവറേജ് സ്കോറും നോക്കുവാണെങ്കിൽ മാർക്സിന്റെ തിയറി ഓഫ് ഏലിയനേഷൻ ബ്ലോക്ക് 1-ൽ നിന്നുള്ളതാണ്. യൂണിറ്റ് 3-ലുള്ള ഒരു ടോപ്പിക് ആണത്, ഏലിയനേഷൻ, ഒപ്രഷൻ ആൻഡ് ഫ്രീഡം. ഓക്കെ, 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോർ 20 ആണ്. ഹ്യൂമൻ റൈറ്റ്സ് അത് യൂണിറ്റ് 14-ലുള്ളതാണ്, 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് ഡൈമെൻഷൻസ് ഓഫ് ജസ്റ്റിസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. ഡിസ്കസ് ഡിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. എക്സ്പ്ലെയിൻ വാട്ട് ഇസ് പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. നെക്സ്റ്റ്, ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. എക്സ്പ്ലെയിൻ വാട്ട് ഇസ് പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. റൈറ്റ് നോട്ട് ഓൺ ഹ്യൂമൻ ട്രാഫിക്കിംഗ് 2 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. നെക്സ്റ്റ്, ഈ ഒരു പൈ ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 75%-ഉം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് ഫ്രം December 21 to June 25. സോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തിട്ടുള്ള കോർ ടോപ്പിക്സ് ആൻഡ് തീംസ് ഉണ്ട്, അതിൽ തന്നെ സ്ട്രെസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ മാക്സിമം സ്കോർ ഈ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. സോ നമ്മൾ ഇതിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? 2 തവണ മിനിമം എങ്കിലും നമ്മൾ ഈ ഒരു പേപ്പർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ടൈം അനുസരിച്ചിട്ട് എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ ഓരോ സ്പെസിഫിക് ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഒരു 2 to 5 ബുള്ളറ്റിംഗ് പോയിന്റ്സ് ഉണ്ടാക്കണം. അതിന് ഡെഫിനിഷൻസും ആർഗ്യുമെന്റ്സും ഒരു കൺക്ലൂഷൻ ലൈനും ഒക്കെ നമ്മൾ സ്വയം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം.
നെക്സ്റ്റ് പ്രോബബിലിറ്റി ചാർട്ട് ആണ്. ബ്ലോക്ക് 5 മേജർ ഡിബേറ്റ്സ്, ടൈപ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആണ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഒരു 50% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി പെടുന്നതാണ്. ബ്ലോക്ക് 1 ലിബർട്ടി, പ്രോബ്ലംസ് ഓഫ് ഏലിയനേഷൻ 50% ചാൻസ് ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 4 റൈറ്റ്സ്, തിയറീസ് ഓഫ് പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻ. അതുപോലെ ബ്ലോക്ക് 5 മേജർ ഡിബേറ്റ്സ്, അണ്ടർസ്റ്റാൻഡിങ് സിവിൽ ഡിസൊബീഡിയൻസ്, ഇക്വാലിറ്റി, sameness and differences, equality of outcomes, 37.5 chances ഉണ്ട്, ഒരു മീഡിയം കാറ്റഗറി ആണ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, ലീഗൽ റൈറ്റ്സ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആൻഡ് മോഡൽസ് ഓഫ് മൾട്ടി കൾച്ചറലിസം. ഇതും ഒരു 25 പ്രോബിലിറ്റി ചാൻസ് ഉണ്ട്, ലോ കാറ്റഗറി ആണ്. നെക്സ്റ്റ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, ഡെസർട്ട് ബേസിസ്, റീസൺ ഫോർ ഗ്ലോബൽ ജസ്റ്റിസ്, ബെർലിൻ ആൻഡ് ടു കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി, അണ്ടർസ്റ്റാൻഡിംഗ് ദ മീനിങ് ഓഫ് ലോ. 25 to 12.5 പ്രോബിലിറ്റി ചാൻസ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി ലോ കാറ്റഗറി പെടുന്ന ടോപ്പിക്സ് ആണ്. സോ ടൈപ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഫ്രം ഡിസംബർ 21 to 24 ഡിസംബർ വരെ. അതുപോലെ പ്രോബ്ലംസ് ഓഫ് ഏലിയനേഷനും ഡിഫറെന്റ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്, ഫ്രം ജൂൺ 22 തൊട്ട് ജൂൺ 24 വരെ. ഇനി നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റിൽ ഫ്രം മീഡിയം ടു ലോ നോക്കുകയാണെങ്കിൽ, മീഡിയം എന്ന് പറയുമ്പോൾ 40 to 69% ചാൻസ് ഉള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സ്. അതുപോലെ ഏലിയനേഷനും മീഡിയം കാറ്റഗറിയാണ്. ലോ കാറ്റഗറി പെടുന്നതാണ് സിവിൽ ഡിസോബീഡിയൻസ്, സെയിംനെസ് ആൻഡ് ഡിഫറൻസസ്, ഇക്വാലിറ്റി ആൻഡ് ലിബർട്ടി, പൊളിറ്റിക്കൽ ഒബ്ലിഗേഷൻസ്, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, ഇക്വാലിറ്റി ഓഫ് ഔട്ട്കംസ്. ലോ കാറ്റഗറി പെടുന്നതാണ്, ഒരു 25% ചാൻസ് വരുന്നതാണ് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇനി നമ്മുടെ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ 100 ആണ് മാക്സിമം സ്കോർ. 3 ഹവേഴ്സിന്റെ ഉള്ളിലാണ് എഴുതി തീർക്കേണ്ടത്. നമുക്ക് ആദ്യം ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കാം. ആൻസർ 5 questions in all. Select at least 2 from each section. ഓക്കെ, 2 സെലക്ട് ചെയ്താൽ മതി. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 20 മാർക്സ്, 400 ലിമിറ്റ്സ് ആണ്. ദെൻ സെപ്പറേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5 and 6 ആർ ഷോർട്ട് നോട്ട്സ് ആണ്. അറ്റംപ്റ്റ് ബോത്ത് A and B in about 200 words. ഓക്കെ, സോ സെക്ഷൻ 1 വായിക്കാം. Critically evaluate negative and positive liberty, illustrating one contemporary policy example for each and assess the limit of both conceptions. Next, using justice as a fairness, analyze the 4 distinctions, dimensions of justice and explain how they structure distributive claim in a welfare state. Block 3 il nalla justice in the part il ninnu choദിച്ചിട്ടുള്ള ഒരു specific question ആണ്. Question 3, examine the relationship between equality and liberty and propose a principle to test for resolving conflicts between the two in constitutional adjudication. Block 2 equality topic il ninnu vannittullതാണ്. Fourth question, diagnose the problems of alienation, content, extent and suggest 2 policy levers to mitigate alienation while safeguarding freedom of beliefs or expressions. Problem of alienation എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഇത്. സെക്ഷൻ 2 ഷോർട്ട് നോട്ട്സ് ആണ്, 200 വേർഡ്സ് എന്നാണ് എഴുതുന്നത്. സോ distinguish desert bases and deserved modes of treatment using 1 example for each. So example നിർബന്ധമാണ്. B part, compare any 2 approaches of global justice and indicate 1 policy implication for each. Next, 6th question, differentiate civil disobedience from conscientious refusal, stating conditions under which resistance justified. Block 5 major debate എന്നുള്ള ഒരു specific question ആണത്. Next, explain why differential treatment may be required for equality of outcome and not one risk that must be managed. Why differential treatment എന്ന യൂണിറ്റ് 6 ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. 7th, are human rights universally valid? Construct an argument that reconciles claims of universality with cultural diversity, drawing on the types of rights framework. 8th question, what grounds political obligation in a democratic state? Compare constant contrast view with duty-based accounts and indicate limits to obedience in hard cases. Block 4 rights എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ നിന്ന് വന്നിട്ടുള്ള സ്പെസിഫിക് ക്വസ്റ്റ്യൻ ആണത്. സോ ഇതാണ് നമ്മുടെ മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ ലേൺവൈസിന്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. ഒരു 3 hours കൊണ്ട് സ്വയം ഒന്ന് എഴുതണം. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ ആൻസേഴ്സും മാർക്കിന്റെ സ്ട്രക്ചറും ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൂടെയും കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യണം. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പ്രാക്ടീസ് മേക്ക് എവറിത്തിങ് പെർഫെക്റ്റ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.